ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മു സനോസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് കൊളക്കാടൻ മലയിലേക്കാണ് കേട്ടോ. നമ്മുടെ പ്രകൃതി മനോഹരമായി ആയ കൊളക്കാടൻ മലയിലേക്കാണ്. അപ്പോൾ കൊളക്കാട് ഭാഗത്താണ് കേട്ടോ, അത് കൊളക്കാടിലെ പകരാവൂർ ഭാഗത്താണ് കൊളക്കാടൻ മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മുന്നേയൊക്കെ കുറേ പോയിട്ടുണ്ടെന്നല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഒന്ന് കയറാൻ പോണത് കൊളക്കാടൻ മല. അപ്പം മക്കൾക്ക് ഈ ഭാഗം ഞങ്ങൾ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ അത് കൂടെയാണ് കേട്ടോ പോവുക, കൊളക്കാട് കൂടെയാണ് പോവുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെ താഴത്തു കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതേവരെ കൊളക്കാടൻ മലയൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചേച്ചിമാരുടെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ, അവരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. അപ്പോൾ ക്യാമറേൻ്റെ മുമ്പൊന്നും എല്ലാവരും ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് വീഡിയോയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അവർ വന്ന ഭാഗത്തൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നെ എല്ലാവരും കൂടി പഞ്ഞി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കൊളക്കാടൻ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ പാറക്കെട്ടുകളാട്ടോ, നിറയെ പാറകൾ, പിന്നെ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. പാറയെന്ന് തന്നെ ഉറവകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നല്ല വെള്ളം നിറയുമ്പോഴൊക്കെ, ഈ മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം നിറയുമ്പോൾ ഒക്കെ ആൾക്കാർ ഇവിടെ കുളിക്കലുണ്ട് തോന്നുന്നു. കപ്പൊക്കെ കണ്ടുട്ടോ ഞങ്ങളിങ്ങനെ നടക്കണ സമയത്ത്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു വരവ്, കാരണം നല്ല കാറ്റുണ്ട്. അന്നത്തെ ഒരു ദിവസം മാത്രം മഴ വിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി മഴ വിട്ട് നിന്നു എന്ന് പറയാം. കാരണം തലേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം, ഇപ്പോൾ കൊളക്കാടൻ മലയ്ക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം മഴ പെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ ഒരു ദിവസം മാത്രം ഞങ്ങൾക്ക് ഫ്രീ ആയി വിട്ട് തന്നു കേട്ടോ മഴ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ മേലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ അരുവികളുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ ഇത് കൂടെയൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ വെള്ളം ഒക്കെ. അപ്പോൾ നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നല്ല ഭംഗിയാവൂലേ കാണാൻ ആ സമയത്ത്. ഇതുണ്ടോ പാറേൻ്റെ അടുക്ക കൂടെ ഇങ്ങനെ ഉറവ് വരികയാണേ. അവിടെയാണ് കപ്പും കല്ലും ഒക്കെ ഉണ്ട്, തിരുമ്പാനൊക്കെ വരലുണ്ട് തോന്നുന്നു ആൾക്കാർ കുളിക്കാനൊക്കെ ആയിട്ട്. ഇതൊക്കെ മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്താണ്, അമ്മൂൻ്റെ ഒക്കെ പ്രായത്താണ് ഇത് കൂടെ വന്നിട്ടുള്ളത്. അനുവിൻ്റെ പ്രായത്തിലൊന്നും വന്നിട്ടില്ല. ആ സമയമാകുമ്പോഴേക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഞങ്ങളെല്ലാവരും വരവ് നിർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ പ്രായത്തിലൊക്കെ വന്ന സമയത്ത് ഒക്കെ ഉള്ളത് തന്നെയാണ്, അതേ റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത്തിരി മാറ്റം വന്നത് എന്താ വെച്ചാൽ, അപ്പൊക്കെ അക്കേഷ്യ മരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ഭാഗമായിരുന്നു മുകളിലൊക്കെ. ഇപ്പോൾ അക്കേഷ്യ മരം ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, മരങ്ങളെ അധികമില്ല. മുകളിലേക്ക് ചെല്ലുന്തോറും മരങ്ങളൊക്കെ ഇല്ലാതെ നിൽക്കുകയാണ്. ഉള്ളത് തന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ തന്നെ കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അതായത് കാട്ടുതീയൊക്കെ എല്ലാ വർഷം ഇവിടെ ഉണ്ടാവലുണ്ട്. പിന്നെ ഒരു മാറ്റം വന്നത് എന്താ വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ഓരോ കല്ലുകളുണ്ടല്ലോ, സർവേ കല്ല് പോലെ ഓരോ കല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അതൊക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ റൂട്ടും കാര്യങ്ങളും മുകളിലും എല്ലാം ഒരേപോലെയാണ്. മുന്നത്തെ ആ ഓർമ്മ ഇങ്ങോട്ട് വന്നു. മക്കൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ കാറ്റും കൊണ്ടിട്ടുള്ള ഈ നടത്തം. എല്ലാവരും കുട്ടികളൊക്കെ ആയപ്പോൾ നല്ല ഇഷ്ടമായി അവർക്ക്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുത്തിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ഇൻട്രോ ഒക്കെ പോയി. ആ സമയത്ത് ഗാലറിയിൽ നിന്ന് എല്ലാ വീഡിയോ ഡിലീറ്റായി പോയപ്പോഴേ അത് സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കിയിട്ടൊക്കെ ഞാൻ ട്രാഷ് നിർത്തപ്പോൾ കുറച്ച് വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ ഈ കൊളക്കാടൻ മലയിൽ നിന്ന് എടുത്ത വീഡിയോസ് ചിലതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലാണ് കേട്ടോ. അപ്പോൾ നിറയെ പാറകളുള്ള ഭാഗത്ത് ഇരുന്നു. അവിടെ ചോളകമൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ, ചേച്ചി തന്നു വിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ചോളകമൊക്കെ തിന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരുന്ന്. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത്. പെയിൻറ്റിങ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വലിയ വലിയ പെയിൻറ്റിങ്ങുകളിലൊക്കെ ഉള്ള ചിത്രം വരച്ച് വെച്ച പോലെയുള്ള ഭാഗങ്ങളാണ് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ നിറയെ ഫോട്ടോസ് എടുത്തിട്ടോ. അധികം ഒന്നും എടുക്കാനും പറ്റിയില്ല, എന്നാലും കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ.
നമുക്ക് ഈ ഭാഗങ്ങളൊന്നും താഴത്തേക്ക് നോക്കുമ്പോൾ അറിയണ ആൾക്കാർക്കൊക്കെയും ഇത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നൊക്കെ ഓരോ കെട്ടിടം കാണുമ്പോഴും മുകളിൽ നോക്കുമ്പോൾ ചെറുതായി കാണുന്നതൊക്കെ എന്താണെന്നൊക്കെ അറിയണവർക്കാണ്, ഈ ഭാഗങ്ങളൊക്കെ അറിയണവർക്ക് കേട്ടോ മനസ്സിലാവുള്ളൂ, അല്ലാതെ ആർക്കും മനസ്സിലാവില്ല. എനിക്കിപ്പോൾ കൃത്യമായിട്ടൊന്നും അങ്ങോട്ട് അറിഞ്ഞില്ല കേട്ടോ, കാരണം കുറേ വർഷങ്ങളായതുകൊണ്ടേ. ഞാൻ പറഞ്ഞ 25 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 25 വർഷത്തിന് മുന്നെയാണ് ഞാൻ ഈ കൊളക്കാടമല കയറിയായിരുന്നു. ഞങ്ങൾ ദിവസം കയറിയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അപ്പോൾ ഒന്നും ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഇന്ന് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ കിതച്ചൊരു വഴിയായിട്ടാണ് മേലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ട് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇതാ അറിയുമ്പോഴേക്കും താഴത്തേക്ക് എത്തി. ഉരുണ്ടതല്ല കേട്ടോ, ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഞങ്ങൾ മുന്നേ വന്നിട്ട് നിന്നായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് അക്കേഷ്യ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ 25 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു, മരങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രമേ മാറ്റുള്ളൂ. ഞങ്ങൾ ആ പാറേൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ വോയിസ് പറയണതൊക്കെ ഞാൻ മ്യൂട്ടാക്കിയിട്ടാണ് കേട്ടോ പിന്നെ വോയിസ് ഓവർ കൊടുത്തതാണ്. കാരണം അറിയാലോ, നമ്മൾ കുട്ടികളും മക്കളൊക്കെ ഇട്ട് പോകുമ്പോൾ ഇത്തിരി ബഹളം കാര്യങ്ങൾ ഞങ്ങൾ സംസാരമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് ഞാനതൊക്കെ മ്യൂട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ.